എങ്ങനെയായിരുന്നു നമുക്ക് 370 കൊടുക്കാം. 370 അല്ലേ? ടയർ പുതിയതാണ്, 5 കൊല്ലം പേപ്പർ എടുത്തിട്ട് നല്ല വണ്ടിയാ. ഒരു 10-30 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസ 160 ലോൺ ഉണ്ട്. 20 വണ്ടി ഇറക്കാം. ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി വാഹനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് വന്നിട്ടുള്ളത്. സോ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൈസയ്ക്ക് നല്ല അടിപൊളി കാറുകളുണ്ട്. ഇനോവ, അതേപോലെ 7 സീറ്റർ നോക്കുന്ന സ്കോർപ്പിയോ വരുന്നുണ്ട്, കോളീസ്, അതും ഫുൾ ബ്ലാക്കിൽ അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, ലിവ, അങ്ങനെ അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി കളക്ഷൻസുകളൊക്കെ ആയിട്ടും നമുക്ക് എന്നും ബൈക്കുകളുടെ വിലയിൽ കാറുകൾ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ബിസ്മി യൂസ്ഡ് കാർസ്. ബഷീർക്കാണ് കൂടെ ഉള്ളത്. ബഷീർക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താണ് ബഷീർ. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിൻ്റെയും താനൂരിൻ്റെയും നടുവിൽ മെയിൻ ഹൈവേ, തീരദേശ ഹൈവേ, ഓലപ്പിടിക. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷന് നമുക്ക് എത്ര ദൂരം ഉണ്ടാവും? 3.5 കിലോമീറ്റർ. അപ്പോൾ എവിടെ ഉള്ളവർക്ക് നമുക്ക് ട്രെയിനിൽ സുഖമായിട്ട് എത്തിച്ചേരാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ട്രെയിനുകളാണെങ്കിൽ തിരൂർ ഇറങ്ങിയാലും മതി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമുക്ക് അത്യാവശ്യം ചെറുകാറുകൾ തന്നെ ഏറ്റവും മാക്സിമം വില കുറച്ചിട്ടില്ല ബഷീർക്ക. ബൈക്കിൻ്റെ പൈസനൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ 7 സീറ്ററൊക്കെ നോക്കുന്നവർ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കോളീസ് നിന്ന് തുടങ്ങാം അല്ലേ? 7 സീറ്റർ ആണ്. നല്ല അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്ക്, സൈഡ് ഫുഡ് റെസ്റ്റ്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടയേഴ്സ്, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫേസൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കാം? 2003 സെൻട്രലൈസ് ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്. നമ്മളിവിടെ 300 പേര് ചോദിച്ചിരുന്നു. ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടില് 2.25 കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ 2 റോ ചെയ്തിട്ടുണ്ട്. സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അടിപൊളി വണ്ടിയില്ലേ? എത്ര ചോദിക്കുന്നതാണ് ബഷീർക്ക? ഇത് 300 രൂപ ചോദിച്ചത്, ഇപ്പൊ 2.25 കൊടുക്കാം. 2.25 അടിപൊളിയാണ്. ടയർ പുതിയതാണ്, 5 കൊല്ലം പേപ്പർ എടുത്തിട്ട് നല്ല വണ്ടിയാ. അപ്പൊ പേപ്പർ കാര്യങ്ങളൊന്നും നോക്കാനില്ല, ഒക്കെ പക്കായിട്ട് നമുക്ക് 5 വർഷത്തെ പേപ്പർ കടക്കുള്ള വണ്ടി 2.5 റുപ്യക്ക് അല്ലേ? 2.25 റുപ്യക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതന്നെ ഒരു സ്കോർപ്പിയോ അല്ലേ? ഇതും ബ്ലാക്ക് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക? 2008 മോഡല്, ഫുൾ ഓപ്ഷൻ ആണ്. പ്രത്യേകത എന്താ വെച്ചാല് 1.20 ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പൊതുവേ നമുക്ക് ലോ കിലോമീറ്റർ ഇതിനെ ഡിപ്പെൻഡ് ഇത്രയും മോഡൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ്, അടിപൊളിയാണ്. അത് നമുക്ക് വോയിസ് മെയിലൊക്കെ വരുന്നുണ്ട് ഇതില്? ഇല്ല, അതില്ല, അതിന്റെ നേരെ താഴെ. അന്ന് നമുക്ക് ഈ ഒരു മോഡലിൽ ആ വോയിസ് മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ല? ഇല്ല. അപ്പൊ അന്നത്തെ ഈ ഒരു മോഡൽ നമുക്ക് ഏറ്റവും ഫുൾ ഓടുള്ള വണ്ടി, ഓണർഷിപ്പ്, അതും നമുക്ക് 1.20 ഓടിയിട്ടുള്ളൂ. അപ്പൊ ഹിസ്റ്ററൊക്കെ ഉള്ള ഒരു വണ്ടിയില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2.5 റുപ്യക്ക് അല്ല? അപ്പൊ നമുക്ക് ചെറിയൊരു പൈസക്ക് നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാം പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും വീണ്ടും നമുക്കൊരു കിട്ടിയ ഇനോവയാണ്, അടിപൊളിയാണ്. അതേപോലെ Type 4 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ബഷീർക്ക് അതിന്റെ മോഡൽ? 2008 മോഡലാ. ഇത് നല്ല പൈസ വെക്കിയ വണ്ടിയാണ്. Type 4 ആക്കിയിട്ട് വൃത്തിയുള്ള വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എസ്റ്ററൊക്കെ പക്ക കിടുവാണ്, നല്ല അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം, LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബഷീർക്ക് എങ്ങനെയായിരുന്നു നമുക്ക്? 370 കൊടുക്കാം. 370 അല്ലേ? നമുക്ക് ചെറുതായിട്ടൊക്കെ ലോണും ചെയ്യാലോ? കൊടുക്കാം. അപ്പോൾ വെറും 3,70,000 രൂപയ്ക്ക്. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? 5 വർഷം എടുത്തു. 5 വർഷത്തെ പേപ്പറുണ്ട്. 370 ഇന്നോവ, അതും Type 4, അത്യാവശ്യം നല്ല ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഇതൊരു കിഡ്ലൻ സെഡാനാണ്, XS4. അത് നമുക്ക് ഇവിടുത്തെ തിരുവരങ്ങാട് രജിസ്ട്രേഷൻ, ഡീസലാണ്. ഡീസൽ വണ്ടി അല്ലേ? ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ബഷീർക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1.20 ഓടിയേക്കണേ. ഇത് 2.10 ചോദിക്കണത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കുറച്ച് കൊടുക്കാം. 2.10 നമുക്ക് ചെയ്യാൻ പറ്റൂല. ഡീസൽ വണ്ടിയാണ്. നിലവില് നമുക്ക് വർക്കൊന്നും ചെയ്യിക്കാനില്ല, ഒന്നുമില്ല അല്ലേ? 2011 നമുക്ക് അത്യാവശ്യം 2 വർഷം അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഒരു 18-20 മൈലേജും കിട്ടും. സോ നമുക്ക് നല്ലൊരു വണ്ടി, ഡീസൽ വണ്ടി. അത്യാവശ്യം ഇത് ഓപ്ഷൻ ഏതെങ്കിലും വീഡിയോ ആണോ? ഇത് വീഡിയോ ആണ്. മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയില്ല. ഇത് നമുക്ക് ഇനി ചെറുകാറുകളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇയോൺ, ഒരു അടിപൊളി കളറാണ്, ഗ്രേ ഫിനിഷിങ്. ഇതിനൊക്കെ നല്ല കിടുവാണ്, ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്ക. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2014 സിംഗിൾ ഓണർഷിപ്പ്. 2014 അതും സിംഗിൾ ഓൺഷിപ്പ്. ടയേഴ്സ് ഒക്കെ നോക്കി 4 അത്യാവശ്യം നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പൊളി ഇന്റീരിയർ ആണ്. സോ നമുക്കൊരു വർക്കും ചെയ്യിക്കാനില്ല. ബസ് എത്ര കിലോമീറ്റർ ഓടിക്കണം? 70. സിംഗിൾ ഓൺഷിപ്പ് ആണ്, 14 മോഡല്.
AC ഫാസ്റ്റ് സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി 180. 180 ഒരു 10-30 രൂപക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസ വണ്ടി ഇറക്കാം. 160 ലോൺ കിട്ടും. 20 വണ്ടി ഇറക്കാം. ഒരു കിടിലം വാഹനമാണ് ZEN-ESTIലോ. നമ്മൾ K സീരീസ് എഞ്ചിന് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഒറിജിനൽ കേരള വാഹനം, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. ഗോൾഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2008 മോഡൽ വണ്ടി, പക്കാ നീറ്റ് അല്ലേ? LXI ആണ് ഓപ്ഷൻ വരുന്നത്. ഇന്റീരിയറൊക്കെ നല്ല കിടുവാണ്. നമുക്ക് വാഗണറിന്റെ സെയിം സെഗ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത്? വെറും 95 രൂപക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഉണ്ടാവും കേട്ടോ. നമുക്കൊരു A സ്റ്റാർ, അതും വൈറ്റ് കേൾഡ് രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ? 4 ദിവസം മുമ്പ് റിന്യൂവൽ. അപ്പൊ 5 കൊല്ലത്തെ പേപ്പർ കറക്റ്റ് ആയിട്ട് വരുന്ന വണ്ടി അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? വെറും 1.20 അല്ലേ? അതൊരു ഡോൾഫിൻ സിറ്റി. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക റേറ്റ്? വെറും 90,000 രൂപക്ക്. അടുത്ത വീണ്ടും ഒരു എത്തിയോസ് സെഡാനാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? വെറും 3 രൂപ അല്ലേ? നമുക്കൊരു 2.5 ലോണും ചെയ്യാലോ അല്ലേ? വീണ്ടും ഒരു എത്തിയോസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? വെറും 3.20. അപ്പൊ നമുക്ക് ചെറിയൊരു പൈസക്ക് ഇറക്കാം. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയില്ല. വീണ്ടും ഒരു വൈറ്റ് ഇയോൺ തന്നെയാണ്. 2015 ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ ഉണ്ട്. ഇത് 15 വില കൂട്ടണം. 1 MB കൊടുക്കാം. 1 MB തന്നെ കൊടുക്കാം. അപ്പൊ അതാവുമ്പോൾ നമുക്ക് ഇന്ത്യയിലോ നോക്കി നല്ല കിടുവാണ്. നമുക്ക് ഇതില് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നല്ല വൃത്തിയുള്ള വാഹനം. ഇത് നമുക്ക് 15 ആണെങ്കിലും AC ഫാസ്റ്റ് 2 ഡോർ പവറിന്റെ മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്ന വണ്ടി നമുക്ക് 1.80 ഒരു 10 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു? 13 മോഡലാ. ഇത് 1.60. ഇത് ഫുൾ ഓപ്ഷനാ. ഏറ്റവും ഫുൾ ഓട് ഇല്ല. അത് നമുക്ക് മാഗ്ന പ്ലസ് ഇല്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. ഇത് നമുക്ക് എത്ര ലക്ഷം? ഇത് 1.60. 1.60 ഇല്ല. ഇത് നമുക്ക് ഒരു 10 രൂപ വണ്ടി ഇറക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏറ്റവും ഫുൾ ഓട് വണ്ടി. കിലോമീറ്റർ 80 ഓടിയിട്ടുള്ളൂ അല്ലേ? അത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഷെവർലെ ബീറ്റ്. അത് നല്ല പൊളി കളറാണ്. ഫാൻസി ടൈപ്പ് കളറ് കാരണം കമ്പനീന്റെ ഇങ്ങനെ വരുന്നൊരു കളറാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല്? 12 മോഡല് 90 രൂപ. 90 രൂപ അല്ലേ? ബെസ്റ്റ് പ്രൈസ് ആണ്. കമ്പനി 25 മൈലേജ് പറയുന്ന വാഹനമാണ്. എന്തായാലും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു കൂടുതൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. ഇത് നമുക്ക് നിസാൻ മൈക്ര. ഇതിനുള്ള പ്രത്യേകത സിംഗിൾ ഓണർഷിപ്പാ. ഇപ്പോഴും നമ്പറാണ്. ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട്. സ്റ്റാർട്ടിങ് അങ്ങനെ ഏറ്റവും വരുന്ന XV പ്രീമിയം. ഇത് 2011 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.20 കാണിക്കണത്. അത് എന്താ അറിയില്ല. എന്തായാലും നമുക്കൊരു 2 രൂപ കൊടുക്കാം. ഡീസൽ വണ്ടി. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും, പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവന്റെ അതേ മൈലേജും അത് എന്നാൽ അതിനൊക്കെ പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് മൈക്ര. സോ നമുക്ക് നല്ല മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടി. പക്ഷേ എത്ര രൂപ ചെയ്യാവുന്ന? 2 രൂപ. ഇഷ്ടപ്പെട്ട പുറത്തു അല്ല കുറക്കും ചെയ്യും. ഇതൊന്നും ഫൈനൽ റേറ്റ് അല്ല. ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടാൻ നല്ല മാക്സിമം കുറച്ച് തരും. SUV ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് KUV 100. 17 മോഡലാ. 17 മോഡൽ. ഡീസലാണത് പെട്രോളാണ്? ഡീസൽ. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ വരുന്നു. ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. നിങ്ങളത് മോഡല് കാര്യങ്ങളൊക്കെ? 17 മോഡലാ. 17 മോഡല്. സ്ക്രീനിങ് കാര്യങ്ങൾ 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യും. ഫ്രണ്ടിൽ തന്നെ 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? അതെ. നമുക്ക് എത്ര ചോദിക്കുന്നു ബഷീർക്കാം? ഇത് നമുക്ക് 2.25. 2.25 ലോണും ചെയ്യാലോ അല്ലേ? 10 രൂപ. ഒരു വാഗ്നർ സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെ ബഷീർക്ക് അതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2007 മോഡലാ. 90 രൂപ. VXI. അതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല വ്യൂവാണ്. നമുക്ക് അത്യാവശ്യം കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ വരുന്നൊരു വാഹനം. അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ വന്നിട്ടുള്ള മോഡല് 2006 VXI 80 രൂപ. 80 രൂപ അല്ല? നല്ല റീച്ചർ ക്ലീനാണ്. നല്ല ന്യൂ മോഡല് ഷേപ്പ് വരുന്ന വണ്ടി ഒരു 80 രൂപ. വീണ്ടും ഒരു മൈലേജ് ഒക്കെ നോക്കുന്ന ഒരു കിഡൽ 7 സീറ്റർ ആണ്. ഷെവർലെ ടവേരയാണ്. KL40 രജിസ്ട്രേഷൻ. ഇതെങ്ങനെയായിരുന്നു? 2007 മോഡല്. ഇത് മെയിൻ ഗ്ലാസിന് പൊട്ടുണ്ട്. അത് മാറ്റി കൊടുക്കും. 1.40. 27 വരെ ഉണ്ട്. അടിപൊളി വാഹനം. നമുക്ക്
ചെറിയൊരു പൈസ ഉണ്ടാവില്ല. വീണ്ടും ഒരു 7 സീറ്റർ ആണ്. ഡാറ്റ്സന്റെ 2015 മോഡൽ വണ്ടിയാണ്. മൈലേജ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത്. കിലോമീറ്റർ കിലോമീറ്റർ 80. 80,000 കിലോമീറ്റർ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 190. 190. ചെറിയൊരു പൈസ നോക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. മാക്സിമം ലോൺ ചെയ്യാം. ഫോക്സ് വാഗൻ വെൻഡോ എങ്ങനെയായിരുന്നു? ഇത് 320. 2014 മോഡൽ. 14 മോഡൽ ഡീസൽ വണ്ടി അല്ലേ? ഏകദേശം 18-20 മൈലേജ് 300 രൂപ ലോൺ കിട്ടും. അപ്പൊ നമുക്ക് ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം. നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും മൈലേജ് കിട്ടുന്നതാണ്. ഏറ്റവും ന്യൂ മോഡൽ ന്യൂ പേജിൽ വരുന്ന വാഗ്നർ, അത് വൈറ്റ് 2022. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യം? ഇത് 46 സിംഗിൾ ഓണർഷിപ്പ്. 46,000 കിലോമീറ്റർ. അത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. നല്ല കിലുവാണ്. ഒന്നുമില്ല. ഇത് 5.5 IDP ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ലോൺ വരെ 5.5 കിട്ടും. 5.5. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് 22 മോഡൽ ന്യൂ വാഗ്നർ നമുക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഇത് നമുക്കൊരു ഇൻഡിക്ക 11 മോഡൽ. 2011 മോഡൽ ചെറിയൊരു പൈസക്ക് മൈലേജ് ഉള്ള ഡീസൽ വണ്ടി അല്ലേ? ഒരു 1 ലക്ഷത്തിന് കൊടുക്കാം. 1 ലക്ഷം രൂപക്കാണ്. 1 ലക്ഷം രൂപ ഏറ്റവും ഫുൾ ലോഡ്. ഏറ്റവും ഫുൾ ലോഡ് അവർ അല്ലേ? അത് നമുക്ക് 20 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓൾട്ടോ കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ്? അത് 2012. 1.70 ചോദിച്ചിരുന്നത് ഇപ്പോൾ 1.5 കൊടുക്കാം. ഇതൊരു 80 ഓടിക്കും. അടിപൊളി വാഹനമാണ്. 1.50 വണ്ടി ഇറക്കാം. ഒരു 8 സീറ്റർ വാഹനം. അത് 70 റുപ്യ. മോഡൽ ഏതായിരുന്നു? 2005. പേപ്പറൊക്കെ ഫുള്ള് പക്ക പേപ്പർ. അതൊരു വൈറ്റ് കിടൊരു ഓൾട്ടോ. 2012 ഫുൾ ഓപ്ഷനാ. പവർ വിൻഡോ ഉണ്ട്. 140. 140 അല്ലേ? ഇത് നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഒരു ഉറപ്പ് കിട്ടും. 40 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വെറും 40 ചെറിയ കിലോമീറ്റർ തന്നെയായിരുന്നു. കിലോമീറ്റർ 80 അല്ലേ? ബാക്കി മെക്കാനിക്കലൊക്കെ വീണ്ടും ഒരു കിഡ്ലൻ സെന്റ് വരുന്നത് ഡീസൽ തന്നെയാണ്. ഡീസൽ തന്നെയാണ്. 60,000 രൂപ. 60,000 രൂപ. മൈലേജ് നമ്മൾ 10-15 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് നമുക്ക് നല്ല കിട്ടുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ഫീല്. ഡീസൽ തന്നെ നോക്കുന്നവര് നല്ലൊരു പൊളി വാങ്ങണം. വെറും 60,000 രൂപ. ഇതൊരു ഇൻഡിഗോ CS അത് 60 രൂപ. വെറും 60 രൂപ. ഡീസൽ വണ്ടിയാണ്. 18 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 60 രൂപ. വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചില് 2 കിഡിലൻ സാൻഡ്രോകൾ. ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് ബ്ലാക്ക് ആണ്. ഇതെങ്ങനെ പക്ഷേ റേറ്റ്? 260 രൂപ. 260 രൂപ. നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ്. നമുക്ക് ചെറിയൊരു പൈസ കൊണ്ടാവും. 260 രൂപ. വീണ്ടും ഒരു ബീച്ച്. ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസലാ. അത് എയർ ബാഗുള്ള വണ്ടിയാ. 95 രൂപ. 2011 വണ്ടിക്ക് 95 രൂപ. ചെറുക്കാൻ്റെ എടുത്തേനു. അപ്പോൾ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി കിടത്തുള്ള പൂരപ്പുഴയാണ്. അതായത് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേഗം ഒരു ചെറിയ ബഡ്ജറ്റ് നല്ല വാഹനങ്ങൾ നോക്കുന്നവർ വേഗം ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഓൾട്ടോൻ്റെ പ്രൈസൊക്കെ നമുക്ക് ഈ വണ്ടിയാണ് കൊടുക്കുക. ഞാൻ പറഞ്ഞ 2011 കേരള ഒരു ആൾട്ടോന്റെ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലീവാട്ടോ പറയാം. ഒരു ആൾട്ടോന്റെ പൈസക്ക് കൊടുക്കാൻ പറ്റിയ പെട്രോൾ ലീവ. അത് നമുക്കൊരു ഓൾട്ടോന്റെ പ്രൈസിനാണ് ഈ വണ്ടി. അതിന്റെ എഞ്ചിൻ റൂം ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. സോ എക്സ്റ്റീരിയർ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അത് നടക്കി 2.25 രൂപ. അടക്കി KL13 രജിസ്ട്രേഷൻ ആണ്. എക്സ്റ്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഏതായിരുന്നു ബഷീർക്ക് മോഡൽ പറഞ്ഞത്? 2011 പെട്രോൾ ലീവ. 2011 പെട്രോൾ ലീവ. എക്സ്റ്റീരിയർ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. നല്ല ചെറിയ പൈസ. എത്ര രൂപ? വെറും 2.25. ഒരു ഓൾട്ടോന്റെ പ്രൈസിനാണ് ഒരു എത്തിയോസ് ലീവ് നമ്മൾ പോകുന്നത്. ഇതിന് ലീവ് നമുക്ക് ലോണും സൗകര്യം ഉണ്ടാവില്ല. കിട്ടൂല. കിട്ടൂല. ഇതിനൊരു വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക്? 2010 ഇത് റിന്യൂവല് നമ്മൾ പുതിയ എടുത്തു. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്നെടുക്കും. അപ്പൊ നമുക്ക്
180. 180 അല്ലേ? ചെറിയൊരു പൈസക്ക് നല്ലൊരു മോഡൽ കൂടി ഒരു വാഗൺ പേപ്പർ എടുത്ത്